നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു സീരീസ് കൂടെ ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ സാധാരണ കളിക്കുന്ന സ്റ്റാൻഡേർഡ് ചെസ് അല്ലാതെ ഒരുപാട് രസകരമായിട്ടുള്ള വേരിയൻസ് ഉണ്ട്. ആ വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടെ കാണിക്കുന്നതാണ് പുതിയ സീരീസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ കളിക്കുന്ന സ്റ്റാൻഡേർഡ് ചെസ്സിന് നേരെ വിപരീതമായിട്ടുള്ള ആൻറ്റി ചെസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻറ്റി ചെസ്, റിവേഴ്സ് ചെസ്, സൂയിസൈഡ് ചെസ്, കില്ലർ ചെസ്, ലോസിംഗ് ചെസ്, ഇങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. നമുക്കത് എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. അതിനുമുമ്പായിട്ട് ഒരു അൺബോക്സിംഗ് ഉണ്ട്. ഒരു വുഡൻ ചെസ് ബോർഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ള ഒരു ചെസ് ബോർഡാണ്. ഇവിടെ വലതുവശത്തായിട്ട് പാരാമൗണ്ട് ചെസ്സിൻ്റെ ലോഗോ ഉണ്ട്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാം. അതായത് ഇവിടെ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോയോ പ്രിൻ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയൊരു ചെസ് ബോർഡാണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള ബോർഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ബോർഡിൻ്റെ സെയിം ഫിനിഷ് തന്നെയാണ്. രണ്ട് ബോർഡുകളും തമ്മിൽ ക്വാളിറ്റിക്ക് യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും സെയിം തന്നെയാണ്. സൈസുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. വലിയ ബോർഡ് ആവശ്യമുള്ളവർക്ക് ആദ്യം കാണിച്ച ബോർഡും ചെറിയ സൈസ് മതി എന്നുള്ളവർക്ക് ഇതും സെലക്ട് ചെയ്യാം. രണ്ടിൻ്റെയും വില തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണിച്ച 19 ഇഞ്ചിൻ്റെ ബോർഡിന് 1900 രൂപയും ഈ ബോർഡിന് 1000 രൂപയാണ് വില. ഓരോരുത്തർക്കും അവരുടെ താല്പര്യം അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ആൻറ്റി ചെസ് അതെന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ചെസ്സിന് നേരെ വിപരീതമായിട്ടാണ് ആൻറ്റി ചെസ് കളിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കരുക്കളും നഷ്ടപ്പെടുത്തുന്ന ആളാണ് ഗെയിം വിജയിക്കുന്നത്. ഇതിലെ മറ്റു നിയമങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതായത് കരുക്കൾ മൂവ് ചെയ്യുന്നതും വെട്ടിയെടുക്കുന്നതും എല്ലാം സെയിം തന്നെയാണ്. എന്നാൽ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കരുവിനെ വെട്ടിയെടുക്കാൻ ഇങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ അതിനെ തിരിച്ച് വെട്ടിയെടുക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് വേറൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രധാന വ്യത്യാസം. ചിലപ്പോൾ ഇങ്ങനെ ഒന്നിലധികം കരുക്കളെ ഒരേ സമയം വെട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് വെട്ടിയെടുക്കുന്ന ആളിന് തീരുമാനിക്കാം ഏത് കരുവിനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്ന്. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ സ്വാഭാവികമായും ഒരു പോണിനെയും ക്വീനിനെയും വെട്ടിയെടുക്കാൻ അവസരം കിട്ടിയാൽ വെട്ടിയെടുക്കുന്ന ആൾ പോണിനെയായിരിക്കും വെട്ടിയെടുക്കുന്നത്. കാരണം തോൽക്കുന്ന ആൾ, അതായത് കയ്യിലുള്ള എല്ലാം തീർക്കുന്ന ആളാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ചെറിയ പൈസ നോക്കിയായിരിക്കും വെട്ടിയെടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജാവിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല. സാധാരണ കരുക്കൾ വെട്ടിയെടുക്കുന്ന പോലെ രാജാവിനെ വെട്ടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെ ചെക്ക്മേറ്റ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിലില്ല. അതുപോലെ കാസ്ലിങ്ങും ഇല്ല. ഇനി ശ്രദ്ധിക്കാനുള്ളത് പോൺ പ്രൊമോഷനാണ്. ആൻറ്റി ചെസ്സിലും പോൺ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ചെസ്സിൽ പോണിനെ ക്വീനായിട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ ആൻറ്റി ചെസ്സിൽ നേരെ തിരിച്ചാണ്. അതായത് പോണിനെ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു പീസായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പോണിനെ ഒരു കിങ് ആയിട്ട് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനൊരു പ്രത്യേകതയും ഈ ആൻറ്റി ചെസ്സിനുണ്ട്. ഇനി ഇതിൽ സ്റ്റൈൽ മീറ്റ് സംഭവിച്ചാൽ എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഉദാഹരണത്തിന് വൈറ്റിൻ്റെ ഒരു ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഇതിന് ഇങ്ങനൊരു പൊസിഷനാണെന്ന് കരുതുക. ഈ പൊസിഷനിൽ ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റിയുടെ പോണിനെ മൂവ് ചെയ്യാണ്. പോണിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ ഡിസ്കവർഡ് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്കിന് എന്തായാലും അത് വെട്ടിയെടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ വെട്ടിയെടുക്കുന്ന സമയത്ത് ഇനി വൈറ്റിന് മൂവില്ല. ഈ ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ പോണ് ബ്ലോക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേൽമേറ്റ് ആണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഗെയിമിൽ വൈറ്റ് ആയിരിക്കും വിജയിക്കുന്നത്. ഇങ്ങനെ സ്റ്റേൽമേറ്റ് നേടിയെടുത്തുകൊണ്ടും ഈ ഗെയിം വിജയിക്കാൻ കഴിയും. എല്ലാവരും ശ്രദ്ധിക്കുക, ആൻറ്റി ചെസ്സിൽ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് ആരും കരുതരുത്. ഇങ്ങനെ വെച്ചാൽ കരുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ് ബോർഡ് ചരിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ കളിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് തന്നെയാണ് കളിക്കേണ്ടത്. വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബോർഡ് ചരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ആൻറ്റി ചെസ്സിൽ സമനില നിയമം ഇല്ലെന്ന് തോന്നാം. ഇത് കാണുമ്പോൾ ആൻറ്റി ചെസ്സിൽ സമനില ഉണ്ടാകാറില്ലെന്ന് തോന്നാം. എന്നാൽ അങ്ങനെയല്ല, സമനില ഉണ്ടാകാറുണ്ട്. ഈ സ്റ്റേൽമേറ്റ് അല്ലാതെയുള്ള ബാക്കി എല്ലാ സമനില നിയമങ്ങളും ഇതിലും ബാധകമാണ്. അതായത് നമ്മുടെ 3-fold റിപ്പിറ്റേഷനും 50 മൂവ് റൂൾസും ഡെഡ് പൊസിഷനും എല്ലാം ഇതിലും ബാധകമാണ്. അല്ലാതെ സ്റ്റാൻഡേർഡ് ചെസ് പോലെ തന്നെ പരസ്പര സമ്മതത്തോടെയും ഗെയിമുകൾ സമനില അവസാനിപ്പിക്കാൻ കഴിയും. ഇനി ഈ ആൻറ്റി ചെസ്സിലും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടതുപോലെ അല്ലാതെ നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയും കളിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒരു വേരിയേഷൻ നമ്മൾ പോണിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ക്വീനായിട്ട് മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ
സ്റ്റെയിൽമേറ്റ് ആകുകയാണെങ്കിൽ അത് ഡ്രോ തന്നെയാണ്. ആ സ്റ്റെയിൽമേറ്റ് ചെയ്യുന്ന ആൾ വിജയിക്കില്ല. ആ ഗെയിം സമനില തന്നെ ആകും. അതാണ് ഒരു വേരിയേഷൻ. അടുത്തൊരു വേരിയേഷൻ രാജാവിനെ സ്റ്റാൻഡേർഡ് ചെസ്സിലെ രാജാവ് തന്നെ പരിഗണിക്കുന്ന ഒരു വേരിയേഷനാണ്. അതായത് രാജാവിനെതിരെ അറ്റാക്ക് വരികയാണെങ്കിൽ അങ്ങനെ രാജാവിനെ ചെക്കിൽ നിന്ന് മാറ്റിയ ശേഷം മാത്രമേ വേറെ ഒരു മൂവ് ചെയ്യാവൂ. ഇപ്പോൾ ഒരു പീസിനെ വെട്ടിയെടുക്കാനുണ്ടെങ്കിലും ആ ചെക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ വെട്ടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ സ്റ്റാൻഡേർഡ് ചെസ് പോലെ തന്നെ കിങ്ങിനെ വെട്ടിയെടുക്കാൻ പാടില്ല. എന്നാൽ ചെക്ക്മേറ്റ് ചെയ്യാം. ചെക്ക്മേറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ആന്റി ചെസ് അല്ലെങ്കിൽ സൂയിസൈഡ് ചെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും. എന്ത് സംശയമുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. വ്യാഴാഴ്ച വരെയാണ് സമയമുള്ളത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണാം. നന്ദി, നമസ്കാരം.